നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കൽ. അപ്പം ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടല്ലോ, ഇന്നൊരു സിമ്പിൾ ഈസി ബ്രീസി ആയിട്ടുള്ള ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ബിഗിനേഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അധികം ഭയങ്കര സംഭവം ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് കുറച്ചൊരു ഗ്ലാം ടച്ച് ഉണ്ടാവും. ഒരു ഗ്ലോയി ലുക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എങ്ങനെ അവസാനിക്കുന്നത് കണ്ടറിയാം. അപ്പം നമുക്ക് അധികം സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമുക്ക് സ്കിൻ പ്രെപ്പ് വെച്ച് തന്നെ തുടങ്ങാം. ഐ ആം യൂസിങ് ദിസ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കെന്നെ ഡെർമാറ്റ് തന്നതാ. ഇറ്റ്സ് കോൾഡ് ഫേസ് മോയിസ്റ്റ്. ഓക്കെ, സോ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം സ്കിന്നിൽ മസാജ് ചെയ്ത് തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ വരും കേട്ടോ. ഞാനതിപ്പോൾ അടുത്ത് ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങൾ പലരും എന്നോട് പറയുന്നത് വെരി ക്ലിയർ സ്കിന്നാണ്, ഗ്ലോയിങ് സ്കിന്നാണെന്നൊക്കെ. അതിലിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സീക്രറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്തുകൊണ്ട് മാത്രമല്ല, കെൻ യു സീ ന്യൂ ആക്നെ. അപ്പോൾ എനിക്കും ഉണ്ട് ആക്നെ മാർക്സ്, ആക്നെ സ്കാർസൊക്കെ. നിങ്ങളൊക്കെ പറയും ക്ലിയർ സ്കിന്നാ, ക്ലിയർ സ്കിൻ. എന്ത് ക്ലിയർ സ്കിൻ? ക്ലിയർ ഒന്നുമല്ല. ഓക്കെ, എപ്പോഴും ഈ സ്കിൻ പ്രെപ്പ് മേക്കപ്പ് ചെയ്യുമ്പം അത് നെക്കിലേക്ക് കൂടി എടുക്കുക, ലൈക്ക് ഇങ്ങോട്ടേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ മോയ്സ്ചറൈസർ ഒന്ന് സ്കിന്നിൽ സെറ്റിലായിട്ട് വേണം നമുക്ക് നമ്മുടെ സൺസ്ക്രീനിലേക്ക് കിടക്കാൻ. അടുത്ത് നമ്മൾ സൺസ്ക്രീൻ ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫിക്സ്ഡെർമ ഷാഡോ പ്ലസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസപ്പിൽ കാണിച്ചു തന്നിട്ട് എൻ്റെ ക്യാമറേൻ്റെ ക്ലാരിറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുക്കാം. പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം അത് ചെക്കൗട്ട് ചെയ്തോ. എന്നോട് എപ്പോഴും മറന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, ബട്ട് ഇപ്രാവശ്യം മറക്കൂല. ഓക്കെ, ഞാൻ ഈ വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യല. എനിക്ക് ശരിക്കും ഒരു കല്യാണത്തിന് പോകാനുണ്ട് ആൻഡ് ഐ ഹാവ് ലൈക്ക് 15 minutes ടു ഗെറ്റ് റെഡി. സോ നമുക്ക് സ്പീഡായിട്ട് തീർക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, കാരണം എനിക്ക് പോലും സമയമില്ല. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ 2 ലുക്സിലും ഞാൻ പിന്നെ കൺസീലർ മാത്രമാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലോറിയൽ ഇൻഫാലിബിളിൻ്റെ ഫൗണ്ടേഷനാണ്. ആൻഡ് ഫൺ ഫാക്ട്, ഇത് ആക്ച്വലി ഒരു ഷെയ്ഡ് ലൈറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം, വെയിറ്റ്. ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് കണ്ട ഇതൊരു ഷെയ്ഡ് ലൈറ്റാണ് ആക്ച്വലി. പക്ഷേ നമ്മളിത് അപ്ലൈ ചെയ്യില്ല, കാരണം ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്താൽ ഫേസ് ഒരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉണ്ടാവും. സോ ഇത് ഞാൻ എൻ്റെ അടുത്ത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു കൺസീലർ ഉണ്ട്. ഇതൊരു ഷെയ്ഡ് ഡാർക്കാണ്. ഡാർക്ക് മത്ലബ് ഇതൊരു ഓറഞ്ചിഷ് അണ്ടർടോൺ തരുന്ന ഒരു കൺസീലറാണ്. ഇത് വാങ്ങിയിട്ട് റിട്ടേൺ ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്യും. രണ്ടും കൂടി മിക്സ് ചെയ്താൽ എനിക്ക് എൻ്റെ തന്നെ സ്കിൻ ഷെയ്ഡ് കിട്ടും. എൻ്റെ ഷെയ്ഡല്ലേ ആണ്. ഓക്കെ, ഇതൊരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിടുമ്പം ഒരു പേടിയും വേണ്ട, എൻ്റെ ആക്നെ സ്കാർസ് ഒക്കെ കാണും എന്നുള്ളത്. ഓക്കെ, മാക്സിമം ഫൗണ്ടേഷൻ റീപ്ലേസ് ചെയ്യാം. അപ്ലൈ. വാവ്, ലിപ് ബാം മറന്നു, പക്ഷെ കുഴപ്പമില്ല. എൻ്റെ കണ്ണിൽ ഓൾറെഡി കറുത്ത് കിടക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്നലെയും ഒരു പരിപാടിക്ക് പോയി, അപ്പോൾ കാജലിട്ട്, അപ്പോൾ അതിൻ്റെ പ്രശ്നം കേട്ടോ ഇത്. കുഴപ്പമില്ല, നമുക്ക് അണ്ടർ ഐസ് ഒക്കെ ബ്രൈറ്റ് ആക്കാം. അയ്യോ, പ്രൈമർ ഇട്ടില്ല. പ്രൈമർ ഇടാൻ മറന്നു. ഞാൻ പ്രൈമർ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. കുഴപ്പമില്ല, നമ്മളിന്ന് പ്രൈമർ ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ മറന്ന വേറൊരു കാര്യം, സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഫ്രം ദിസ് ബ്രാൻഡ് കോൾഡ് ഇവ ഹെർബൽസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പലരോട് പറഞ്ഞിട്ട് ആക്ച്വലി ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ. ആൻഡ് ഫൺ ഫാക്ട്, ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രാൻഡാണ്. അവളുടെ ബീട്രൂട്ട് ലിപ് ബാം ആണ്. സ്ട്രോബെറി ഉണ്ട്, ബട്ട് എനിക്ക് ബീട്രൂട്ടാണ് കൂടുതൽ ഇഷ്ടം. ഇത് സ്ട്രോബെറി ട്രൈ ചെയ്തിട്ടില്ല, അല്ല ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ബീട്രൂട്ടാണ് കൂടുതൽ ഇഷ്ടമായി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ലിപ്സ്റ്റിക് ഇടുന്നതിന് തൊട്ട് മുന്നേ ലിപ് ബാം ഇട്ടാൽ അത് ലാസ്റ്റ് ചെയ്യില്ല. ലൈക്ക് ലിപ്സ്റ്റിക് തീരെ ലാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അത് ആദ്യം തന്നെ ഇടുക. ലിപ്സ് ഒന്ന് നല്ലോണം നറിഷ് ആയതിന് ശേഷം ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുക. അതിലേക്ക് ഞാൻ വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഐ തിങ്ക് ഞാനൊരു പൊടിക്ക് കൂടി ഒന്ന് കവറേജ് ഒരു വലിയ സീൻ പോലെ തോന്നുന്നു. കുറച്ചൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വെഡിങ് ആണ്, അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു ലുക്കിൽ പോകണം. ഓക്കെ, വീണ്ടും മിക്സ് ചെയ്യാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ, എനിക്ക് ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കുന്നത്. ഞാൻ ബാക്ക് ക്യാമിലാണ് ഷൂട്ട് ചെയ്യണത് ഫോണിൻ്റെ. സോ ഒന്നും വിചാരിക്കരുത് ഗൈസ്.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. എൻ്റെ നോസ് തീരെ കവറായില്ല. ഓക്കെ, ഇനി ഫൗണ്ടേഷൻ നൈസായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് കൺസീലറിലേക്ക് കിടക്കാം. ഞാൻ ലോറിയലിൻ്റെ തന്നെ ലോറിയൽ ഇൻഫാലിബിളിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 314 ബീച്ച്. എൻ്റെ ഫേവറേറ്റ് കൺസീലറാണ്. ഇതിൻ്റെ ഒരു റീസ്റ്റോക്ക് വരെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് തീരുന്നില്ല. എന്നാലും ഞാൻ റീസ്റ്റോക്ക് യൂസ് ചെയ്യുക. നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വോണ്ട് വലുതാണ്, ബോട്ടിൽ അത്യാവശ്യം തിക്കാണ്, പക്ഷേ സ്റ്റിൽ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വേഗം ഫിനിഷായി പോകില്ല. ഞാൻ മുന്നേ സ്മാഷ് ബോക്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വേഗം തീർന്ന്. മേബിലിൻ്റെ യൂസ് ചെയ്ത് അതും പെട്ടെന്ന് തീർന്നു. മേബിലിൻ്റെ മറ്റേ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ഏജ് ടു വൈൻ കൺസീലർ. അതിൻ്റെ അകത്തുനിന്ന് സാധനം എത്ര പെട്ടെന്നാണ് ഫിനിഷായെന്നറിയോ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ കൺസീലർ ബ്ലെൻഡ് ചെയ്യുക. ആദ്യം കൈകൊണ്ട് ചെയ്യും, അതാവുമ്പോൾ കൂടുതൽ കവറേജ് കിട്ടും. ബ്യൂട്ടി ബ്ലെൻഡറിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് എത്ര നല്ല ബ്യൂട്ടി ബ്ലെൻഡറാന്ന് പറഞ്ഞാലും നമ്മുടെ പ്രോഡക്റ്റ് അത് കുറേയൊക്കെ സക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് എപ്പോഴും കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിന് മേലെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ബ്രഷ് ഇസ് ഓൾസോ നൈസ് ഓപ്ഷൻ, പക്ഷേ എൻ്റെ കൺസീലർ ബ്രഷ് ഒന്നും കാണുന്നില്ല. ഓക്കെ, അത് അത്രയും കവർ ചെയ്യണല്ലോ. ഇന്നർ കോർണേഴ്സ് നല്ലോണം ഡാർക്ക് ആയിട്ടുണ്ട്. നമ്മളവിടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ കൺസീലേഴ്സ് വളരെ കുറച്ച് അപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. ബിക്കോസ് വേറൊന്നുമല്ല, അത് ക്രീസ് ആവുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അണ്ടർ ഐസ് നൈസ് അല്ലേ? എനിക്കറിയാം, നല്ലോണം ബ്രൈറ്റായി. ഇനി ഞാൻ അധികം ബ്രൈറ്റ് ആക്കുന്നില്ല, ബിക്കോസ് എനിക്ക് ഓവർ ഗ്ലാംഡായിട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. ലൈക്ക് ഭയങ്കര വൈറ്റി അണ്ടർ ഐസ്, ബിക്കോസ് അണ്ടർ ഐസ് ആർ സപ്പോസ് ടു ബി എ ലിറ്റിൽ ഡാർക്ക്. അല്ല, അപ്പോഴല്ലേ ഒരു നാച്ചുറൽ ലുക്കിംഗ് ഫീലൊക്കെ വരും. സോ യെസ്, അണ്ടർ ഐസ് ആർ ഡൺ. എനിക്ക് ഐബ്രോസിൻ്റെ ഇവിടെ കൂടി എനിക്കൊന്ന് ഡിഫൈൻ ചെയ്യണം, കാരണം എൻ്റെ ഐബ്രോസ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. സോ ഇങ്ങനെ ഞാൻ ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇന്നലെ മേക്കപ്പ് ചെയ്തിട്ട് എൻ്റെ ഓൾറെഡി എന്താ പറയുക, കണ്ണിന് സ്പെഷ്യലി ഈ ഒരു ഏരിയ ഇന്നലെ ഞാൻ ഫുൾ ഔട്ട് ദെയർ എന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ആയിരുന്നു ചെയ്തത്. ഗ്രീൻ ഐസും ഷിമ്മറി ഐസൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഇത്രയും ദയനീയം. ഇറ്റ്സ് ഓക്കെ. ആ ലുക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ എനിക്ക് എന്നെ സ്വന്തമായിട്ട് വേറൊരു പേജും കൂടിയുണ്ട്, വേറൊരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ സ്വന്തം പേരിലാണ്, ഹനാൻ എന്ന് തന്നെ പറഞ്ഞിട്ട്. ഫാത്തിമത്ത് ഹനാൻ എന്നാണ് എൻ്റെ ഫുൾ നെയിം. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഞാനിതും പറഞ്ഞുതരാം. അപ്പോൾ ആ പേരിലൊരു ഒരു ചാനൽ കൂടിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്. അപ്പോൾ അത് രണ്ടും ചെക്കൗട്ട് ചെയ്യുക. അതിലും ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷേ മലയാളത്തിലല്ല, ടു ബി ഫ്രാങ്ക്. അപ്പോൾ മലയാളത്തിലൊരു ചാനൽ വേണമെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതും ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെയും അതും കുറച്ച് സ്നേഹമൊക്കെ അവിടെയും കാണിക്കുക. ബിക്കോസ് ഞാൻ കുറേ കാലം ആ ഒരു പേജിന് വേണ്ടി കഷ്ടപ്പെടുന്നു, പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല. ഉള്ള പറയുന്നതിന് എന്താ, അതെവിടെ എത്തിയിട്ടില്ല. സോ നിങ്ങളൊക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ആ പേജിന് എവിടെയെങ്കിലൊക്കെ എത്തിക്കിയതെന്തെങ്കിലും. പിന്നെ നല്ല പെരാന്തീശിൻ്റെ പോലെയല്ലേ, ഹെയറൊന്നും ഞാൻ കോംബ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, സോ ബേസ് ഈസ് ഡൺ. ഇറ്റ് ഈസ് നൈസ്, ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഞാൻ ഗ്ലോയി ലുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത്ര ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഇതും എടുത്തിട്ടില്ല, എന്തെന്ന് ഹൈലൈറ്റർ എടുത്തിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ബ്ലഷ് കൊണ്ട് റെഡിയാക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് അണ്ടർ ഐസ് പിന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഐസ് ചെയ്യാം. ഐസ് ഞാൻ വിചാരിക്കുന്നത് ലൈറ്റ് ഷിമ്മറാണ്, നോട്ട് ഗ്ലിറ്റർ. ഓക്കെ, ഷിമ്മർ ഷെയ്ഡ് കൊടുക്കാമെന്ന്. വെയിറ്റ്. ഓക്കെ, എൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇന്നലെ യൂസ് ചെയ്തത്. ഇന്നലെ ഞാൻ ഗ്രീൻ കളർ മേക്കപ്പ് ലുക്കൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ട് ഇതൊരു ഗ്രീനിഷ്നെസ് വരുമോ എന്നൊരു പേടിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ന്യൂഡ് ഐസ് ആക്കാം. ഈ കളർ വേണം, ഇത് വേണം. ഐ വിൽ ഗോ വിത്ത് ദിസ് വൺ. ഓക്കെ, എപ്പോഴും എക്സസ് ഡസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഐലിഡ്സ് ഫുള്ള് ഞാനിപ്പോൾ ഇത് കൊടുക്കും. ലൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ ഐസ് എപ്പോഴും, അല്ലെങ്കിൽ അത് ഭയങ്കര പാച്ചി ആവാനും അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഐസ് ചെയ്യുമ്പോഴൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും കുറച്ചെടുത്തിട്ട് അതിലിങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് നല്ല എന്താ പറയുക, ഫുൾ ഓൺ ബ്ലാക്ക് ഐസാണ് വേണ്ടതെങ്കിൽ പോലും കുറച്ചെടുത്തിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന കുഞ്ഞു മെത്തേഡ്സ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലൊരു ചെറിയ ബ്രഷ് എടുക്കും. കാണുന്നുണ്ടോ? ഞാൻ മര്യാദയ്ക്ക് കാണിച്ചു തരാം. യൂസ് ചെയ്ത് ദിസ്.
ഈ ഒരു ആംഗിൾഡ് ബ്രഷ് എന്നാണ് ഇതിനെ പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചൊരു പിങ്ക് ഐസ് ചെയ്യാമെന്നാണ്, പക്ഷേ എൻ്റെ ഔട്ട്ഫിറ്റ് ഇസ് കൈൻഡ് ഗ്രീനിഷ്, ഒരു പെസ്റ്റൽ ഗ്രീൻസ്. അപ്പം ഞാൻ പിങ്ക് ഒന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ഷിമ്മർ എടുക്കണോ ഇതെടുക്കണോ, നമുക്കത് ഷെയ്ഡ്സ് നോക്കാം. ഇതൊരു ഗോൾഡൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ. ആൻഡ് ഇത് ഇത് സിൽവറാണ്. ഐ തിങ്ക് എൻ്റെ ഔട്ട്ഫിറ്റിന് ഈ സിൽവർ ആയിരിക്കും മാച്ച്, പക്ഷേ എൻ്റെ ഫേസിന് ഗോൾഡനും. നമുക്ക് ഗോൾഡൻ തന്നെ യൂസ് ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ഇത് ഇന്നർ കോർണേഴ്സിൽ മാത്രം ഞാൻ എന്തുകൊണ്ട് ആംഗിൾ ബ്രഷ് എടുത്തത് ഇപ്പോൾ മനസ്സിലായ. ഇവിടെ മാത്രം എനിക്ക് എന്താ പറയുക വരച്ചതുപോലെ, പക്ഷെ കെൻ യു സീ ദാറ്റ്? ചെറിയ ഡിഫറൻസ് കാണുന്നുണ്ടോ? സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എനിക്കെൻ്റെ ഈ സൈഡ് മതിക്ക് കാണുന്നില്ല. ഞാൻ മിററിങ് എടുത്തു. സോ ഇന്നർ കോർണേഴ്സ് ആർ ഡൺ. നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ബിക്കോസ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഏരിയ ഇല്ലേ, അതൊന്നും ബൈക്കസ് അത്രയും ഡാർക്കാണ് ആ ഏരിയ. അതുകൊണ്ട് ഞാൻ ആ സിൽവർ കളർ നേരത്തെ കാണിച്ച ആ സിൽവർ ഷെയ്ഡ് എടുത്തിട്ട് ഈ ബ്രഷ് കൊണ്ട് തന്നെ അതൊരു പൊടിക്ക് എടുത്തിട്ട് അത് ഇന്നർ കോർണേഴ്സിൽ മാത്രം അപ്ലൈ ചെയ്യും. ലൈക്ക് റൈറ്റ് ഹിയർ. കണ്ട? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറേ സ്റ്റെപ്പല്ലേ? സത്യം പറഞ്ഞല്ല, ഞാനിത് ക്യാമറ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നതാണ്. കാണില്ല, ഒന്നും കാണില്ല. ഒരു ബ്രൈറ്റ്നസ് ഞാനിവിടെ സാധനം അപ്ലൈ ചെയ്ത് ഇനി കാണുന്നില്ല എന്ന് പറയുന്നത് തിളങ്ങുന്നില്ല. അതാണ്. അത് ക്യാമറയിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല, ബട്ട് റിയൽ ലൈഫിൽ ഇറ്റ്സ് വെരി വിസിബിൾ. ഐ എം ലൈക്കിങ് ഇറ്റ്. എനിക്കിഷ്ടമായി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം എനിക്ക് അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഷുഗറിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. പൗഡേഴ്സ് ഞാൻ ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, എൻ്റെ പൗഡർ തീർന്നു പോയി. ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നല്ല സാധനമാണ്. ഇനി അടുത്തത് വേറെ ഏതെങ്കിലും ഒന്ന് റീപർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, കുറേയൊന്നും ഞാൻ ചെയ്യില്ല, ജസ്റ്റ് അണ്ടർ ഐസ് മാത്രം. ഓക്കെ, ആ ക്രീസിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ചെയ്തത്, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് ഞാൻ അണ്ടർ ഐസ് അങ്ങനെ സെറ്റൊന്നും ചെയ്യാറില്ല. പിന്നെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം, ആൻഡ് ദാറ്റ് ഈസ് മറ്റേ വാട്ടർ ലൈൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സ്കേറി ആയിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് വെരി ഈസി. ഡിഫറൻസ് ഉണ്ടോ? ലൈക്ക് നേരത്തെ എൻ്റെ കണ്ണ് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണെന്ന്, അതാണ് അവിടെയാണ്. ഓക്കെ ഓക്കെ, ഇനി മസ്കാരാസ് ചെയ്യണം, പക്ഷെ അതിന് മുന്നേ ഞാനൊന്ന് ഐബ്രോ പെൻസിൽ എടുത്തിട്ടില്ല. ഐബ്രോ പെൻസിൽ എടുത്തു. ദിസ് ഈസ് ദ വൺ ഫ്രം എൽഫ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത്. ഞാൻ ഇപ്പം അധികം ഇത് തന്നെ യൂസ് ചെയ്യാറ്. ഇതല്ലാണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ള ബെനിഫിറ്റ് ഉണ്ട്, ബട്ട് ദാറ്റ്സ് ലൈക്ക് അത് വേഗം ഒന്നും പോവില്ല, പക്ഷെ ഇത് വേഗം പോവും കേട്ടോ. ഇറ്റ്സ് ലൈക്ക് എന്താ, ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് 2 വരക്കലിന് പോകും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇറ്റ്സ് വെരി ബിഗിനേഴ്സ് അപ്രോപ്രിയേറ്റ്. മാത്രമല്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ വരക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല, പുറത്തായി പോലും പ്രശ്നമില്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. എനിക്ക് ഇവിടെയൊന്നും പ്രശ്നമില്ല, എനിക്കിവിടെ മാത്രമാണ് ഐബ്രോസ് കുറച്ച് കുറവ്, അപ്പോൾ അത് മാത്രം ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കും. ആൻഡ് ഐ എം ഡൺ. ഈ സ്പൂലി വെച്ചിട്ട് ഡൺ. ഇനി എന്താ ഉള്ളത്? ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ ഫേസിൻ്റെ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കാദ്യം എന്തൊക്കെയുള്ളത് നോക്കാം. എനിക്കെല്ലാം മറന്നു പോകുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? മസ്കാര യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. സോ മസ്കാര എന്ന് പറയുമ്പം ദിസ് ഈസ് എ മസ്കാര ദാറ്റ് ഐ എം യൂസിങ്. ഇറ്റ്സ് ഫ്രം Maybelline. ഓക്കെ, ഇത് നല്ലതാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൂ ഹെവനോ മറ്റോ യൂസ് ചെയ്തപ്പോൾ എന്നോട് ആരോ പറഞ്ഞു മാർസിന് ട്രൈ ചെയ്യാൻ, പക്ഷേ ഞാൻ മാർസിന് ട്രൈ ചെയ്തില്ല. എൻ്റെ അടുത്ത് ഇതുണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് 2 കോട്ട് ചെയ്യും. ഒന്ന് ഇതും കാണിച്ചു തരാം, പിന്നെ ഒന്ന് എൻവൈബേൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് എന്തോ വാങ്ങിയപ്പോൾ Maybellineൻ്റെ വേറെ 2-3 പ്രോഡക്റ്റ്സ് ഒരുമിച്ച് വാങ്ങിയപ്പം എനിക്കിത് ഫ്രീ കിട്ടുക, അതുകൊണ്ടാണ് ഇതിങ്ങനെ മിനി സൈസായിട്ട് കിടക്കുന്നത്. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സൈസ് കിട്ടും. ഇപ്പം തന്നെ എൻ്റെ ഐലാഷസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ വെയിറ്റ്, ഇതോടെ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. വെയിറ്റ്, നമുക്ക് അടിയിലെ ഇത് കൂടി ചെയ്യാം. ഈ എൻവൈബേൻ്റെ ഇത് യൂസ് ചെയ്യാം, ബിക്കോസ് ഇതുണ്ടല്ലോ ഇപ്പോൾ റീസെൻറ്റ് ഫൈൻഡ് ആണ്, ആൻഡ് ഐ ലവ് ദിസ്. ഇത് വാട്ടർ പ്രൂഫാണ് ബൈ ദ വേ, വെരി വെരി വാട്ടർ പ്രൂഫ്. നല്ലോണം ക്ലെൻസ് ചെയ്താൽ മാത്രമേ ഇത് പോകുന്നു.
ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നറിയോ? ഇത് മറ്റേത് എൻ്റെ ഐബ്രോസിന് ഐലാഷസിന് സ്റ്റിക്കി ആക്കും, പക്ഷേ ഇത് അതിലൊക്കെ ഒന്ന് വിട്ടു നിൽപ്പിക്കും. സോ ഐ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ബ്രോൺസർ യൂസ് ചെയ്യാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം സാധനം, റീലവിൻ്റെ ബ്രോൺസർ. ഓക്കെ, എനിക്ക് ബ്രോൺസേഴ്സ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളിത് യൂസ് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല. കോൺടൂർ ചെയ്യാൻ ഇത് ബൈ ദ വേ കൺസീലറാണ്. ഞാൻ കൺസീലറിന് ബ്രോൺസറായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രം. പിന്നെ ഹെഡിന് ഇവിടെ ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. അതാകുമ്പം ഒരു നാച്ചുറൽ ലുക്കിംഗ് ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വരച്ച് വെച്ച പോലെ ഉണ്ടാവും. ഓക്കെ, ഇററിൽ ഇടക്കിടക്ക് ഓരോ സൈഡ് കാണുമ്പോൾ അത്ര ക്ലിയർ ഇല്ല, ബിക്കോസ് ഇങ്ങനെയല്ലേ സൺലൈറ്റ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഐലൈനർ ഇടണം വിചാരിച്ചിട്ട് ഐലൈനറൊക്കെ എടുത്തതിന്, പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല. പിന്നെ ഇത് 2 അടുത്ത് ബ്ലഷ് ഓപ്ഷൻസ് ഉള്ള. ഏതിടണം? ഐ തിങ്ക് ഇത് മതി. ഇത് ഈസിലി ബ്ലെൻഡബിൾ ആണ്. വേണ്ട, ആക്ച്വലി വേണ്ട, ഇതന്നെ ഇടാം. ദിസ് ഈസ് ഫ്രം മേക്കപ്പ് റെവല്യൂഷൻ. എന്തിനാണ് സംസാരിക്കുന്നത്? ഒരു കച്ചത്തിന് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. ഇത് മാത്രം മതി എൻ്റെ ഫേസ് ഗ്ലോയി ആവാൻ. അല്ലേ? ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെ അണ്ടർ ഐസിൻ്റെ അടുത്തേക്ക് എടുക്കും. അത് ഞാൻ ടിക്ടോക്കിൽ കണ്ടൊരു ടെക്നിക്കാണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് ചെയ്യാറ്. എക്സസ് ഉള്ളത് ഞാൻ ഇവിടെ ആക്കി ജസ്റ്റ് ഒന്ന് എടുക്കും. ബ്ലഷി ലുക്ക് ചെയ്യുന്നോട്ടെ. ഓക്കെ അല്ലേ? ക്യൂട്ടല്ലേ? ഓക്കെ, ഇനി നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, ആൻഡ് ദാറ്റ്സ് മൈ ലിപ്സ്. ഞാൻ സെറ്റിംഗ് സ്പ്രേ എടുത്തില്ല. ഓക്കെ, സെറ്റിംഗ് സ്പ്രേ തൽക്കാലം ഞാൻ നിങ്ങളെ മുന്നിൽ ഇടുന്നതായിരിക്കില്ല. ഞാൻ സെറ്റിംഗ് സ്പ്രേക്ക് പകരം വേറൊരു സാധനം എടുത്തിട്ട് വന്നത്. സാധനം മാറിപ്പോയി. സോ ലിപ്സ്റ്റിക്കിന് ഞാൻ എന്തെടുത്തത്? ഓക്കെ, സോ ബേസിക്കലി ദിസ് ഈസ് ദ ന്യൂഡ് നുവാൻസ്, മേബിലിൻ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സാധനം, ഇത് ഏതാ ലിപ്സ്റ്റിക്. സോ ദിസ് ഈസ് ദ ലിപ്സ്റ്റിക്. ഇതില്ലേ, ഇപ്പം ലിപ്സിലുള്ള ലിപ് ബാം ഞാനൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിപ് ബാം ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യില്ല. സോ മേബിലിൻ ന്യൂഡ് നുവാൻസ് ഫസ്റ്റ്. ലിപ്പ് ലൈനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതോടെ കഴിഞ്ഞോ? ഇല്ല. ഇനി എൻ്റെ അടുത്ത് കളർ ബാറിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇതിൻ്റെ പേര് ബിച്ച് കിസ് 008. ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് കേട്ടോ. പിന്നെ സെൻറ്ററിൽ മാത്രം ഇട്ടെടുക്കുക. എന്തെങ്കിലും മെല്ലെ സ്പ്രെഡ് ഔട്ട് ചെയ്യും. അതാകുമ്പം എനിക്കൊരു പിങ്കിഷ് ന്യൂഡ് ലുക്ക് കിട്ടും. ഓക്കെ, വേഗം ഡ്രൈ ഔട്ട് ആവും കേട്ടോ. അപ്പം ഡ്രൈനെസ് പോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മേബലിൻ്റെ ലിഫ്റ്റർ ഗ്ലോസ് വരെ ഉണ്ട്. അപ്പം അതും കുറച്ച്, ഇത് ഒരുപാട് ഇട്ടാൽ ഭയങ്കര ഷൈനി ആയി പോകും ലിപ്സ്. സോ വെരി ലിറ്റിൽ. കെൻ യു സീ ദാറ്റ്? ഷെയ്ഡ് മൊത്തത്തിൽ മാറിയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ യെസ്, നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഞാൻ ബ്രോൺസ് പൗഡറൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. സോ ദിസ് ഇസ് ഇറ്റ്, എൻ്റെ ഗ്ലോയി സിമ്പിൾ ഗോ ടു പിന്നെ വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഐ സീ യു ഇൻ 3, 2, 1.